എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ഫെമിനിസ്റ്റ് ഇവരാണ്. ആഹാ. ഒരേ സമയം സ്ത്രീകളുടെയും അവസ്ഥയും പുരുഷന്മാരുടെ അവസ്ഥയും ഒരുപോലെ മനസ്സിലാക്കുന്നു, പരിഗണിക്കുന്നു. എല്ലാവർക്കും ഇതൊരു തിരിച്ചറിവാകട്ടെ. ഞാനൊരിക്കലും ഒരു പോരാളിയല്ല. ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഡിഫറെൻ്റാണ്. എന്നാൽ ആ ഡിഫറൻസസ് ഒരിക്കലും കമ്പാരിസണിന് ആരാണോ ബെറ്റർ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. വി നീഡ് ടു ഫിറ്റ് ടുഗെദർ. ജസ്റ്റ് ലൈക്ക് ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരേണ്ട പോലെ തന്നെ ലൈഫിലെ ബാക്കി എന്തും ക്രിയേറ്റ് ചെയ്യാൻ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്താലേ അത് നടക്കുകയുള്ളൂ. 40s പുതിയൊരു പ്രണയം, അതൊരു വിവാഹത്തിലേക്ക് എത്തുന്നു. സോ ഏതായത് മിഡ് ലൈഫിലുള്ള സ്ത്രീകളുടെ എങ്ങനെയാണ് അവരുടെ ഒരു പ്രണയം? ഞാൻ 14 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു പേഴ്സണാണ്. വിവാഹം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീടൊരു ഒറ്റപ്പെടൽ, എൻ്റെ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതുവരെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് കറക്റ്റ് റൈറ്റ് പേഴ്സൺ ജീവിത പങ്കാളിയായിട്ട് വരികയും പറയുകയാണെങ്കിൽ ഈ പ്രണയം കാരണമാണ് അതിനൊക്കെ ഉള്ള ഊർജം കിട്ടിയത്. ബിക്കോസ് സംബഡി ഈസ് ദെയർ, നമ്മളെ കണ്ട് അഡ്വൈസ് ചെയ്യാനും നമ്മളെ കറക്റ്റ് രീതിയിൽ കെയർ ചെയ്യാനും എല്ലാത്തിനും ഒരു പേഴ്സൺ ഉള്ളതാണ് അതിൻ്റെ കാര്യം. ഈ 40s ഇപ്പോൾ ഈ പറയുന്ന പോലെ മെനോപ്പസ് അതുപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറേ കേട്ടിട്ടുണ്ട് ഈ ഒരു 40s ടൈമിൽ ഡിവോഴ്സിൻ്റെ ചാൻസസ് കൂടുതലാണ്. അത് ശരിക്കും ഡിവോഴ്സിലേക്ക് ഇന്നത്തെ കാലത്ത് പോകാൻ കാരണം ആൾക്കാരൊന്ന് പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ റെഡിയല്ല. അവർ പറയുന്നത് വർക്ക് ചെയ്തില്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോയി. പെരിമെനോപോസൽ പ്രോബ്ലംസ് കാരണവും അതിൻ്റെ കൺഫ്യൂഷൻ കാരണവും അതിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണവും അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലാത്തത് കാരണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ നിന്നുണ്ടാവുന്ന ഡിവോഴ്സസ് അവോയ്ഡബിൾ ആണ്. ഹൗ വാസ് യുവർ 30s? ഏർലി 30s ചെയ്ത ക്യാരക്ടേഴ്സാണ് വിക്രമാദിത്യനിലെ ദുൽഖർ സൽമാൻ്റെ അമ്മയായിട്ടും. ഒരു 36 സംതിങ് ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, 34 ആയിരുന്നപ്പോഴാണ് ഞാൻ എന്നും നിൻ്റെ മൊയ്തിയിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത്. ഏജിനെ കുറിച്ച് തന്നെ ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. ബിക്കോസ് ഞാനിപ്പോൾ കല്യാണം കഴിച്ചത് 43-ാമത്തെ വയസ്സിലാണ്. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പീസ് ഓഫ് മൈൻഡിന്, സ്ട്രെസ് ഫ്രീ ലൈഫിന്, ട്രൂ ലവ്, റിയൽ ജെന്യുവിനിറ്റി, ഇതിനൊക്കെയാണ് ഞാൻ വാല്യൂ കൽപ്പിക്കുന്നത്. ഈ മൂഡ് സ്വിങ്സ് ആണെങ്കിലും ഈ പറയുന്ന ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ പുരുഷന്മാർക്കും വരാം. പിന്നെ നമ്മൾ പുരുഷന്മാരിൽ മൂഡ് സ്വിങ്സ് കണ്ടിട്ടില്ലേ? രാവിലെ നല്ല സന്തോഷമായിട്ടിരുന്ന ആൾ ഉച്ചയ്ക്ക് മുഖം വീർപ്പിച്ചിരിക്കുന്ന കാണില്ലേ ചിലവർ. അവർക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതേ കാരണങ്ങൾ പറയാനില്ല എന്നേ ഉള്ളൂ. ഹായ്, ഹലോ, എല്ലാവർക്കും പോഡ്കാസ്റ്റ് വിത്ത് മസ്താനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആക്ട്രസ് ആണ്, ഓത്തറാണ്, നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, ലെന. വെൽക്കം. ഹായ് മസ്താനി. ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ആണോ? താങ്ക് യു. സെയിം ടു യു. ഓക്കെ. ഭയങ്കര ഒരു ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കംപ്ലീറ്റ്, കുറേ നാളിപ്പം മുടി ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഫെമിനൈൻ എനർജി. അത് ശരിയാണ്. അത് അങ്ങനെ ഒരു വലിയ മാറ്റം എനിക്ക് കഴിഞ്ഞൊരു 2-3 വർഷത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം വന്നത്. ഞാൻ വളരെയധികം എൻ്റെ മാസ്കുലിൻ എനർജിന്ന് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ പോരാടുകയും നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു മാസ്കുലിൻ എനർജി എന്നാണ് ജീവിക്കുന്നത്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കൊക്കെ നമുക്ക് വളരെ ഫെമിനൈൻ ആവാനും ഒരു മടിയുണ്ട്, ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ബിക്കോസ് നമ്മൾ കുറേ പുരുഷന്മാരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആർമർ പോലെ വെക്കുന്ന ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു ഈ കുറച്ചൊരു മാസ്കുലിനിറ്റി. അത് വിവാഹത്തോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മിസ്റ്റർ പ്രശാന്ത്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം വിമനോപ്പസ്. അപ്പം ആ ഒരു പേരിടാൻ ആക്ച്വലി ഒരു ഐഡിയ തന്നതും ഹസ്ബൻഡാണെന്ന് ഞാൻ കേട്ടു. അതെ, ഹസ്ബൻഡിൻ്റെ ഐഡിയ ആയിരുന്നു ബുക്കിൻ്റെ പേര്. വിമനോപോസ്, മെനോപോസ്, പെരിമെനോപോസ് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ എന്നാൽ വിമനോപോസ് എന്ന് പേരിട്ടൂടെ ബുക്കിന് എന്നൊരു സജഷൻ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ഞാൻ അതിൽ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ
നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്റ്റ് ഉണ്ടാവല്ലോ. അതിൽ ഈ ഒരു നമ്മളുടെ ഈ മെനോപ്പസ് എന്ന് പറയുന്ന ഒരു സംഭവം അതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വിമനസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ. അതെന്താ അങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള? ഫെമിനിസെൻസ് എന്നുള്ള വേർഡ് ആക്ച്വലി ഇംഗ്ലീഷിലൊരു വാക്കല്ല. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഡിക്ഷണറിയിലേക്ക് വരുമായിരിക്കും. ഞാൻ ഉണ്ടാക്കിയൊരു വാക്കാണ് ഇത്. എസ്പെഷ്യലി ഇപ്പോൾ പെരിമെനോപ്പോസ് അല്ലെങ്കിൽ പ്രീമെനോപ്പോസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മെനോപ്പോസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവാൻ ഈസിയാണ്. പക്ഷേ ഇപ്പോൾ മസ്താനിയോട് പറഞ്ഞാലും മനസ്സിലാവില്ല, ഒരു പുരുഷനോട് പറഞ്ഞാലും മനസ്സിലാവില്ല. യങ്ങർ ആയിട്ടുള്ള ജനറേഷനിലുള്ളവർക്ക് ഇതൊക്കെ എന്താണ് ആക്ച്വലി ഒരു ഉദാഹരണത്തിന് എന്ന് ചോദിക്കാൻ തോന്നും. അപ്പോൾ വിമനസെൻസ് എന്ന് പേരിടാൻ കാരണം ഇത് ഇംഗ്ലീഷിലെ വാക്ക് അഡോളസെൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ്. അഡോളസെൻസ് അല്ലെങ്കിൽ കൗമാരപ്രായം, ഇതെല്ലാവരും കടന്നു പോയിട്ടുള്ളതാണ്. പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ കടന്നു പോയിട്ടുള്ളൊരു ആ ചേഞ്ച് ഉണ്ടല്ലോ. അതായത് ഒരു കുട്ടിയിൽ നിന്നും ഒരു മുതിർന്ന്, അതായത് ഒരു അഡൾട്ട് ആവുക എന്ന് പറഞ്ഞൊരു ചേഞ്ച് 10 വർഷം കൊണ്ടല്ലേ സംഭവിച്ചത്. ഏകദേശം എൻറ്റയർ ടീനേജ്, ആ ഏജിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഏജ് പോലെ തന്നെ ഒരു ട്രാൻസിഷൻ പീരിയഡാണ് സ്ത്രീകളുടെ ലൈഫിൽ ഈ ഒരു 10 വർഷം. അവർ ഒരു അമ്മ ആവാൻ പറ്റില്ല ഇനി മെനോപോസ് മുതൽ. അപ്പോൾ അവിടേക്കുള്ള ഒരു ചേഞ്ച് ഓവറാണ്. ആ ചേഞ്ചിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പേഴ്സണാലിറ്റി വൈസ് എല്ലാം കൊണ്ടും ചേഞ്ച് വരും. ഇപ്പോൾ അഡോളസൻസിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്നും ഒരു അഡൾട്ടിലേക്കുള്ള ചേഞ്ച് ഓവർ ഉണ്ട്. കുട്ടിയുമല്ല എന്നാൽ അഡൾട്ടും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണല്ലോ നമ്മൾ അഡolescent അല്ലെങ്കിൽ ടീനേജർ എന്ന് പറയുന്നത്. അതേപോലെ സ്ത്രീകൾ കടന്നു പോകുന്ന സിമിലർ ചേഞ്ചസ് ആണ് ഹോർമോണൽ ചേഞ്ചസ്. അപ്പോൾ കുറച്ചുകൂടെയും അണ്ടർസ്റ്റാൻഡബിൾ ആവും. ഓക്കെ, ഇങ്ങനൊരു ചേഞ്ചാണ് നടക്കുന്നത്. കംപ്ലീറ്റ്ലി സ്വഭാവം മാറും. ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് വരും, സൈക്കോളജിക്കലി ഒരുപാട് ചേഞ്ചസ് വരും, റിലേഷൻഷിപ്സിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ അതിലൂടെ സ്മൂത്തായിട്ട് കടന്നു പോകണമെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ സമയം എല്ലാ സ്ത്രീകളുടെ ലൈഫിലും ഉണ്ട് എന്നാദ്യമേ അറിയുന്നതാണ്. ബിക്കോസ് മിക്ക സ്ത്രീകളുടെ വിചാരം അവർക്ക് മാത്രം സംഭവിക്കുന്ന എന്തോ വിചിത്രമായ ഒരു അവസ്ഥയാണ്, അവർക്ക് എന്തോ പോരായ്മ വരുന്നു അല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാവുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അതവരുടെ റിലേഷൻഷിപ്സിനെ ബാധിക്കും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ ക്യാപ്ഷനിൽ തന്നെ ഉണ്ട് ആൻഡ് ദെയർ മെൻ. അതെ, ഫോർ വിമൻ ആൻഡ് ദെയർ മെൻ. അതായത് ഇപ്പോഴും പല ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് മൂഡ് സ്വിങ്സ് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം പണ്ട് കാലത്തെ സ്ത്രീകൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. പണ്ട് കാലത്തെ സ്ത്രീകൾ ഈസി ആയിട്ട് പ്രസവിച്ചിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്താ തോന്നുന്നത്? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം മാറി, നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡവും എക്സ്പോഷറും നമ്മളെ തന്നെ കാണുന്ന കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ കുറേ പണ്ടത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അതിന് പറയാനുള്ള വോയിസ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നത് ജോയിൻറ്റ് ഫാമിലീസിലായിരുന്നു. അവിടെ എല്ലാം പുരുഷന്മാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവർ തമ്മിൽ തന്നെ മുതിർന്ന സ്ത്രീകളും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ സ്ത്രീകളും എല്ലാവരും ഒരേ കുടുംബത്തിലുള്ളപ്പോൾ അവർ തമ്മിൽ തന്നെ അത് പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലിയിൽ ഇപ്പോൾ 2 ആൺമക്കളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡും 2 ആൺമക്കളും അവരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരിത് ആരോടാ പറയുക? അവരുടെ ഹസ്ബൻഡിനോടാ പറയുക. അപ്പോൾ ഹസ്ബൻഡ് ആലോചിക്കുന്നു, ഇങ്ങനെയൊന്നും അല്ലല്ലോ, പണ്ടത്തെ സ്ത്രീകൾക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലല്ലോ എന്നല്ല. അവരത് പുറത്ത് പുരുഷന്മാരോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ടത്തെ സ്ത്രീകൾ സഫറിങ് ഒരു സ്ത്രീയുടെ ജന്മത്തിലുള്ളതാണ് എന്നുള്ളത് എന്തോ അതങ്ങനെയാണ്. സ്ത്രീ ആയാലും ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും, ഭൂമിയോളം ക്ഷമിക്കണം, ഒരുപാട് സഫറിങ് നേരിടേണ്ടി വരും. അതൊക്കെ സ്ത്രീ ജന്മത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ആ കാഴ്ചപ്പാടിലൂടെ പോയിട്ടുള്ള സ്ത്രീകൾ അതിനെ ഒരുപാട് പ്രശ്നമാക്കിയിട്ടുണ്ടാവില്ല. മോഡേൺ ജനറേഷനിലെ സ്ത്രീകൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ റെഡിയല്ല. അവർ പറയാണ്, ഞാൻ എന്തിനും സഹിക്കണം, വൈ ഈസ് ദിസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ഹാപ്പനിങ്, അതിന് പോകും വഴി കണ്ടെത്തണം. ആ മൈൻഡ് സെറ്റുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത്. അത് കാലം മാറിയതിൻ്റെ കൂടെ
സ്ത്രീകളും ഈ പറഞ്ഞ പോലെ സഫർ ചെയ്യാൻ റെഡി അല്ലാതെയായി. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമുണ്ട് ഇതിൽ. അപ്പോൾ സഫർ ചെയ്യാൻ റെഡി അല്ലാത്തതുകൊണ്ട് തന്നെ അവർ മെഡിക്കൽ സയൻസിലേക്ക് ഇറങ്ങി അവർ തന്നെ ഇതിൽ ഗവേഷണം ചെയ്താണ് ഈ പെരിമെനോപോസ് എന്നുള്ള വാക്ക് പോലും വന്നത്. ഓക്കെ. ബിക്കോസ് അതത്ര കോമൺ ആയത്. ബിക്കോസ് ആക്ച്വൽ ലേഡി ഡോക്ടേഴ്സ് അവരുടെ മിഡ് ലൈഫിൽ പ്രോബ്ലംസ് സംഭവിച്ചപ്പോൾ ഇതെന്താ, ഇത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ, ഇതെന്താ? ബിക്കോസ് ആ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് എഴുതിയത് മെയിൽ ഡോക്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ ജനറേഷൻ ഓഫ് ലേഡി ഡോക്ടേഴ്സ് കുറേ ഉണ്ടായെങ്കിലും റിസർച്ച് ഇത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ സെറ്റ് ഓഫ് കഴിഞ്ഞൊരു 10-12 ഇയേഴ്സ് ആയിട്ടുള്ളൂ ഈ ടോപ്പിക് ഇത്രയും ഡിസ്കസ്ഡ് ആയിട്ടും ഇതിനെപ്പറ്റി ബുക്സ് ഇറങ്ങിയിട്ടും. അത് ഇപ്പോഴത്തെ ഏറ്റവും ചർച്ചാ വിഷയമാണ് ഗ്ലോബലി വിമൻസ് ഹെൽത്തിന് ഓറിയന്റഡ്, എസ്പെഷ്യലി അബൌട്ട് പീരിയഡ്സ്. പണ്ട് ഇപ്പം പലരും ആ വാക്ക് പോലും പറയാൻ മടിയായിരുന്നല്ലോ. പിന്നെ ഭയങ്കര നാണക്കേട് ഫീൽ ചെയ്ത്. ഇപ്പം എൻ്റെയൊക്കെ അമ്മമാർ ആ ഒരു ഏജിലുള്ള ആളുകൾക്ക് ഒരു ടൈം പറയില്ല, അത് ഹൈഡ് ചെയ്ത് വെക്കണം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പോൾ ഈ പെനോപ്പസിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ അപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അവരുടെ കുറേ ചേഞ്ചസ്, ക്യാരക്ടറിൽ വരുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് അവർ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലായിരിക്കും, ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു മൂഡ് സ്വിങ്സ് ഈ മക്കളെയും കൂടി എഫക്റ്റ് ചെയ്യുന്നൊരു രീതിയിലേക്കും ചില സിറ്റുവേഷൻസ് ഭയങ്കര മോശമായിട്ട് പോകാറുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ? അതെ, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇതിന് മൂഡ് സ്വിങ്സിനല്ല. ആ മൂഡ് സ്വിങ്സ് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ആ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് പലപ്പോഴും ബോഡിയിൽ പല ഡെഫിഷ്യൻസീസ് ഉള്ളതുകൊണ്ടാണ്. അതും മിനറൽസും വിറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റേഷനിലൂടെ മാറുന്ന കാര്യങ്ങളാണത്. ഇപ്പോൾ ഈ മൂഡ് സ്വിങ്സ് വരാൻ കാരണം നമ്മുടെ ന്യൂറോ കെമിസ്ട്രി മാറുന്നതുകൊണ്ടാണ്. ആ ന്യൂറോ കെമിസ്ട്രി മാറുന്നത് ഹോർമോണൽ ലെവൽസിൽ നിന്നുമായിരിക്കാം, മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി നിന്നുമായിരിക്കാം, ഉറക്കമില്ലായ്മ കാരണമായിരിക്കാം. നമ്മളിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇറിറ്റബിലിറ്റി കൂടും. ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞാലും ഇറിറ്റബിലിറ്റി കൂടും. നമ്മുടെ അയൺ അല്ലെങ്കിൽ വിറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ക്ഷീണവും ഇറിറ്റബിലിറ്റിയും വരും. അപ്പോൾ ഇതെല്ലാം സ്വഭാവത്തിൽ കാണുന്ന വ്യത്യാസമാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ബുക്ക് എഴുതാൻ കാരണവും അതിൽ ഏറ്റവും അധികം സ്ട്രെസ് ചെയ്യുന്നത് നമ്മളീ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മുടെ ലെവൽസ് അറിഞ്ഞ് അതിനെ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉറക്കം നന്നാവും, നമുക്ക് ഡയറ്റ് കറക്റ്റാക്കാം. ബിക്കോസ് ഒരുപാട് കാർബ്സ് കഴിക്കുകയാണെങ്കിൽ പെരിമെനോപോസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജനറൽ ഡയറ്റ് വളരെ കാർബ് റിച്ചാണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, പത്തിരി, പൊറോട്ട, സത്യം അല്ലേ, എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പെരിമെനോപോസൽ ടൈമിൽ നമ്മൾ ആ കൂടെ കഴിക്കുന്ന സാധനങ്ങളാണ് മെയിൻ മീലാക്കുന്നെങ്കിൽ, ഇപ്പോൾ എന്നെ പോലത്തെ ആളൊക്കെ കംപ്ലീറ്റ്ലി കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്തു. ബിക്കോസ് എനിക്ക് ബാക്കിയുള്ളത് മതി, എനിക്ക് കറികളും അതിൻ്റെ കൂടെ കഴിക്കുന്ന നോൺ വെജോ മുട്ടയോ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഫുഡ് സോഴ്സ്. ബിക്കോസ് മറ്റേത് ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, ബോഡിയിൽ നീർക്കെട്ടുണ്ടാവുന്നു. അപ്പോൾ ഈ നീര് തന്നെയാണ് ബാക്കിയുള്ള സിംറ്റംസിനെ ഇനിയും കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇത് അറിവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിംറ്റംസിനെ നിയന്ത്രിക്കാൻ വളരെ ഈസിയാവും. പിന്നെ ആ സിംറ്റംസ് ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആണ്, കാരണം തിരക്കുള്ളൊരു ആക്ട്രസ്സാണ്, ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ബുക്ക് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല, നന്നായിട്ട് ആലോചിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തി അതിലിരുന്ന് വേണം എഴുതാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇതിപ്പോൾ സെക്കൻഡ് ബുക്കല്ലേ? അതെ. അപ്പോൾ ബുക്സ് എഴുതിയിട്ടുള്ളപ്പോൾ എനിക്ക് കുറേ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ഞാൻ ബുക്സ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ബുക്ക് എഴുതിയത് കോവിഡ് സമയത്തായിരുന്നു. ഈ സെക്കൻഡ് ബുക്ക് എഴുതിയത് ഞാൻ 2024 ഓഗസ്റ്റ് മുതൽ 25 ഓഗസ്റ്റ് വരെ US-ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ നാസ ട്രെയിനിങ്ങിന് പോയ സമയത്ത്. അപ്പോഴും ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ആ സമയം എടുത്താണ് ഞാൻ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ തിരിച്ച് സിനിമയിൽ സജീവമായ സമയത്ത് ആക്ച്വലി ഇപ്പോൾ ഒരു ബുക്ക് എഴുതാനുള്ള ടൈമില്ല. ഞാനിപ്പോൾ ഓപ്പറേഷൻ ത്രാൾ എന്ന് പറഞ്ഞ പടം ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ഭൗമ എന്ന് പറഞ്ഞ പടം റിലീസിനുണ്ട്. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ എന്തായാലും എഴുതാൻ പറ്റില്ല, പക്ഷേ റിസർച്ചിനുള്ള ടൈമുണ്ട്. നമുക്ക് ഒരുപാട് സമയം കിട്ടും റിസർച്ച് ചെയ്യാനൊക്കെ. പിന്നെ എഴുതുന്നത് എപ്പോഴും ഞാൻ ഒരുപാട് സമയമെടുത്തല്ല എഴുതാറുള്ളത്. ഞാൻ ഒരു 1 വീക്ക് അല്ലെങ്കിൽ
2 വീക്സിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ്ലി എഴുതി തീർക്കുന്നത്. അതുവരെ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എനിക്കാണ് ഇതും ഒരു 200 സംതിങ് പേജസ് ഉള്ള ഒരു ബുക്ക് അല്ലേ? അതെ, അത് 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്തു. ബിക്കോസ് അതുവരെ കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ നോട്ട്സിൽ എടുത്തു വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതാണ് എൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. ഓക്കെ. ഇപ്പം ആദ്യത്തെ ബുക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, അതിലും ഈ പറയുന്ന പോലെ അതിൽ പറയുന്നുണ്ട് ലൈക്ക് ഞാൻ എൻ്റെ സ്വന്തം സെൽഫിനോട് പ്രോമിസ് ചെയ്തു അതിന് ശേഷമാണ് ഈ ഒരു ബുക്ക് എഴുതുന്നതെന്ന്. ഇപ്പം ഒരുപാട് ആളുകൾ സ്ട്രെസ്സ്, ഡിപ്രഷൻ അല്ലെങ്കിൽ ചെറിയൊരു മൂഡ് സ്വിങ് വരുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡിപ്രഷൻ. ബിക്കോസ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയുന്ന ആൾക്കാർ അങ്ങനെ പറയില്ല. അപ്പം ചെറിയൊരു മൂഡ് സ്വിങ് വന്ന എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയില്ല. ബട്ട് ഐ തോട്ട് മാം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ സെൽഫ് പ്രോമിസ് കൊടുക്കാൻ പറ്റിയത്? ലൈക്ക് അതൊരു ഭയങ്കര ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ? അതെ, അത് ഒരു ഒറ്റപ്പെടലിലുണ്ടായ ഒരു വികാരമാണ്. അതായത് എനിക്ക് ഞാനെങ്കിലും വേണമല്ലോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ചില സമയത്ത് നമ്മൾ തന്നെ ചില ചാലഞ്ചസ് മുന്നിൽ വെക്കുകയും നമ്മൾ ചില ഗോൾസ് സെറ്റ് ചെയ്യുകയും ആ ഗോളിലേക്ക് എത്തിയാൽ ഐ ഹാവ് അക്കംപ്ലിഷ് സംതിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റായിരുന്നു. വളരെയധികം സ്വയം എന്താ പറയുക, ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരിക, അത് ഒറ്റയ്ക്ക് ഫുൾഫിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ ആ മൊമെൻറ്റിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വഴി. അതായത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ചലഞ്ച് ഒരുക്കുക, ഞാൻ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. അതാ ചെയ്തത്. ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലിനിക്കലി നമുക്കൊരു കാരണമില്ലാതെ ഉള്ള വിഷമം. അതായത് ഒരു പുറമെ ഇപ്പോൾ ഒരാൾ നമ്മളായിട്ട് ബ്രേക്കപ്പ് കാരണം ഉണ്ടാവുന്ന വിഷമത്തിന് വിഷമം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഡിപ്രഷനല്ല. ഒരു കാരണവും ഉണ്ടായില്ല, നല്ല രീതിക്ക് എല്ലാം ഉണ്ട് ജീവിതത്തിൽ, പക്ഷെ വെറുതെ ഒരു സങ്കടം, എപ്പോഴും ഒരു വിഷമം. അതായത് ഒരു മൊമെൻറ്റിലല്ല, കണ്ടിന്യൂസ്ലി വിഷമത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ യൂഷ്വലി അതാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ്. അതിനൊരു തക്കതായ കാരണം പുറം ലോകത്തില്ല. അപ്പോൾ യൂഷ്വലി അതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നിങ്ങളുടെ ബയോകെമിസ്ട്രി തെറ്റിക്കിടക്കുന്നതുകൊണ്ടാണ് അത് ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറഞ്ഞ ആ ഒരു അസുഖം എക്സ്പ്രസ് ആവുന്നത്. അതിന് തന്നെ പല എന്താ പറയുക, അതിന് പല ലെവൽസ് ഉണ്ട്. ലെവൽസ് ഓഫ് ഡിപ്രഷനുണ്ട്. അതൊരു സ്പെക്ട്രമിലാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല അതിൻ്റെ സിംറ്റംസും സിവിയറിറ്റിയും. അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ അവർ ഒരുപാട് ടെസ്റ്റിങ്ങിലൂടെയാണ് അത് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മോഡേൺ സൈക്യാട്രിയും സൈക്കോളജിയാണ് അത് ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി തുടങ്ങിയത്. എന്നുവെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക, ചിലപ്പോൾ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരിക്കും, അപ്പോഴും നമുക്ക് ഡിപ്രഷൻ പോലത്തെ സിംറ്റംസാണ് ഉണ്ടാവുന്നത്. ഒരു 80% ആൾക്കാർക്ക് മുകളിൽ വിറ്റമിൻ ഡിയിൽ ഡെഫിഷ്യൻ്റ് ആണ്. എല്ലാവരും സൺസ്ക്രീനും തേച്ച് വെയിൽ കൊള്ളാതെയും എല്ലാം നടന്നിട്ട് നമ്മൾ ആക്ച്വലി വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ രാവിലെ ബെഡിന്ന് എണീക്കാൻ തോന്നില്ല, നമുക്ക് ആകെ ഒരു മൂഡ് ഉഷാറില്ല. അപ്പോൾ അതിനെയൊക്കെ പോയി ഡിപ്രഷൻ എന്ന് വിളിച്ചാൽ പറ്റില്ല. ശരിയാണ്, ഡിപ്രഷൻ്റെ പോലത്തെ സിംറ്റംസ് ആണ്. ഒരു കാരണമില്ലാതെ ഒരു വിഷമം, ഒരു മൂഡ്, ഒരു സന്തോഷമില്ല, അത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. വിറ്റമിൻ ഡി ഒരു വിറ്റമിൻ അല്ല, ആക്ച്വലി അതൊരു ഹോർമോണാണ്. അപ്പോൾ വിറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക് സൺലൈറ്റിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതും ചെറിയ എമൗണ്ട്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി വളരെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നല്ല ഒരു ഡോസ് ഓഫ് വിറ്റമിൻ ഡി ഒരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണുക. വിറ്റമിൻ ഡിയുടെ കറക്റ്റ് ഡോസിലുള്ള സപ്ലിമെൻ്റ് എടുക്കുക. എന്നിട്ട് കുറച്ച് ഡോക്ടർ പറയുന്ന സമയത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബിക്കോസ് ഒരു ലെവലായി കഴിഞ്ഞാൽ പിന്നെയും ഇത് ലൈഫ് ലോങ് എടുത്തുകൊണ്ടിരിക്കരുത്. എല്ലാം കറക്റ്റായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക. പകുതി മുക്കാൽ പ്രശ്നങ്ങളും നമ്മൾ മാനസികമാണെന്ന് വിചാരിക്കുന്നത് പോലും നമ്മുടെ ഡയറ്റും എക്സസൈസും സ്ലീപ്പും സപ്ലിമെൻറ്റേഷനോട് മാറുന്നതാണ്. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര റിയലൈസേഷനാണ് അല്ലേ. അതെന്താ വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഡെഫിഷ്യൻസി എനിക്ക് ഒട്ടും ഇല്ല. ഈ പറഞ്ഞ വെയിലും കൊള്ളാറില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര മൂഡ് സ്വിങ്സ് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇനി ഡിപ്രഷൻ. ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് അതിനൊന്നും എടുത്തില്ല. അപ്പോൾ ആരാ ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു? ഡോക്ടർ. പിന്നെ ഞാൻ ആ റിസൾട്ടായിട്ട് പോയില്ല. അതെന്താ? അത് മടിയോ?
അതെന്താന്ന് വെച്ചാലേ ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ. അതന്നെയാണ്, വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. ഇന്ന് തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യൂ, നാളെ രാവിലെ മുതൽ വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കും. പിന്നെ വിറ്റമിൻ ഡി എടുക്കണമെങ്കിൽ എപ്പോഴും അതൊരു ഫാറ്റ് സോളിബിൾ വിറ്റമിൻ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫാറ്റോട് കൂടെ കഴിക്കണം. അതിപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ചിലപ്പോൾ പറയാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ പലരും വിറ്റമിൻ ഡി എടുക്കുന്നുണ്ടാവും, പക്ഷെ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് എടുത്തിട്ട് അത് ബോഡിയിലേക്ക് അബ്സോർബ് ആവില്ല. അപ്പോൾ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഗീയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൂടെ എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഫാറ്റി മീലിൻ്റെ കൂടെ എടുത്താൽ, അല്ലെങ്കിൽ പാല് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാലിൻ്റെ കൂടെ ഒക്കെ എടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഡിപ്രഷൻ അല്ല, വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ്. ഇമോഷണൽ ഭയങ്കര സീനാണ് കുറേ അതും ഇത് കാരണമാണ്. ഇത് ശരിയായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാം. ഓക്കെ, എന്നെ കൂടുതൽ ആൾക്കാർ കുറെ സഫർ ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് നമുക്കുള്ള ഡെഫിഷ്യൻസി മറ്റുള്ളവരാണല്ലോ സഹിക്കുന്നത്. ഓക്കെ, ഇപ്പം അപ്പം അങ്ങനെ റിയലൈസ്, ഇപ്പം മാമിനാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ സെൽഫ് പ്രോമിസ് ചെയ്തു, അങ്ങനെ ഒരു ബുക്ക് എഴുതി, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ബുക്കിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരു ഓതർ ലെന, ഒരു ആക്ട്രസ് ലെനയെ വെച്ച് നോക്കുമ്പോൾ രണ്ടും 2 ക്യാരക്ടേഴ്സാണോ? അതെ, രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ എന്താ പറയുക, വളരെ ഡയറക്ടേഴ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റേതായ കുറേ ഐഡിയാസും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടു ചെല്ലാറില്ല. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഓൾറെഡി ഒരു കാഴ്ചപ്പാടിൽ ഒരു കഥാപാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളുക, അത് അവരുടെ ഇഷ്ടാനുസരണം അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല ഐഡിയകളുണ്ടാവും, പക്ഷെ ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റൈൽ ഓഫ് ആക്ടിങ്. പക്ഷേ ആസ് എ റൈറ്റർ ആൻഡ് ആസ് എ സ്പീക്കർ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷം ആയിട്ട് ആ സൈഡ് ഓഫ് എൻ്റെ വ്യക്തിത്വത്തിന് ആൾക്കാർ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ സൈഡ് വളരെയധികം ഈ പറഞ്ഞ പോലെ ഔട്ട് സ്പോക്കണാണ്. പിന്നെ വളരെ ഇൻഡിവിജ്വൽ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള, അതിൽ മായം കലർത്താൻ റെഡി അല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ 2-3 വർഷമായിട്ടാണ് നമുക്ക് ഇപ്പം ലെന എന്ന് പറയുന്ന ആക്ട്രസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ ഇപ്പം ഞെട്ടിപ്പോയ കുറേ സംഭവങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിച്വാലിറ്റി, എബൌട്ട് ഗോഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ നമുക്ക് വരുന്ന റിയലൈസേഷൻസ് ആണല്ലോ. സോളിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും വരണമെന്നില്ല, ഇല്ല, മിക്ക ആൾക്കാർക്കും മരണം വരെ ആ ചിന്ത വരണം എന്നില്ല. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളൊരു ടോപ്പിക്കല്ല. ഇപ്പൊ സ്പിരിച്വാലിറ്റി താല്പര്യമുള്ളവർക്ക് സ്പിരിച്വൽ ടോപ്പിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ബുക്ക് എല്ലാവർക്കും ഉള്ളതല്ല, പക്ഷെ ഈ സെക്കൻഡ് ബുക്ക് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ആദ്യത്തെ ബുക്കിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കണമെന്നില്ല, ഇനി പറഞ്ഞാലും അത് ഉൾക്കൊള്ളണമെന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, അവരുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം. പക്ഷെ ഇപ്പോൾ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് ഏതൊരു മനുഷ്യനെ പോലെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പുതിയ ബുക്ക് വിമനോപോസ് ഏതൊരു മനുഷ്യനും ബാധിക്കുന്ന ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിലൊരു മിഡ് ലൈഫ് ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ നമുക്കറിയാം. നമ്മുടെ അമ്മയായിട്ടോ, ഭാര്യയായിട്ടോ, സിസ്റ്ററായിട്ടോ, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അറിയുന്നുണ്ട് അല്ലേ, ഒരു മകളായിട്ടോ. അപ്പം നമുക്ക് ഏത് രീതിയിൽ ഇങ്ങനെ സഫർ ചെയ്യുന്ന ഒരു പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോണ്ടന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഫോർ ദിയർ മെൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ പല പുരുഷന്മാർക്ക് അറിയില്ല അവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിനോ അവരുടെ മദറിനോ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അറിയാമെങ്കിൽ പലപ്പോഴും ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സേ ക്ലിയർ അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാം, പിന്നെ എന്തുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയി അതിനുള്ള മെഡിസിൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് പോകാൻ പോലും എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് മിക്ക സ്ത്രീകളും. അവർക്ക് അറിയില്ല, അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് അറിയാം, എന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാനോ അതിനെപ്പറ്റി വായിക്കാനോ ഒരു പോഡ്കാസ്റ്റ് കാണാനോ ഒരു ഡോക്ടറെ പോയി കാണാനോ അതിനൊന്നുള്ള കപ്പാസിറ്റി ഇല്ല. മെൻ്റൽ കപ്പാസിറ്റി ഇല്ല, ഫിസിക്കൽ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇതറിയാമെങ്കിൽ ഉടനെ അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയാലോ. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ഹെൽപ്പ് അക്സെപ്റ്റ് ചെയ്യാനും
മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് ക്രിയേഷനാണ് ഞാൻ ഈ ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും മെഡിക്കൽ അഡ്വൈസ് അല്ല. ഞാൻ പറയുന്നത് ഗോ സീ എ ഗുഡ് ഡോക്ടർ. ബിക്കോസ് ഇത് നിങ്ങൾക്ക് വന്ന എന്തോ കുറവോ നിങ്ങൾക്കുള്ള എന്തോ കുഴപ്പമൊന്നുമല്ല. ഇത് ശരീരത്തിൽ എന്തോ ഒരു സംഭവത്തിൻ്റെ അംശത്തിൻ്റെ കുറവുണ്ട്, ഏതൊക്കെയോ എലിമെന്റ്സിന്റെ കുറവുണ്ടാവും. പക്ഷെ അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ വിചാരിക്കുന്ന അത്രയും ഏതോ ഒരു ഭീകരാവസ്ഥയാണ് ചിന്തിക്കുന്നതേ. എന്നിട്ട് അതെന്ന് വെച്ചാൽ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി വീക്കായി പോവുകയാണ്. അപ്പോൾ നന്നായി ഇന്നത്തെ ഇന്റർവ്യൂവിൽ മസ്താനിയുടെ ഓൺ പ്രശ്നങ്ങൾ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമ്പോൾ ആക്ച്വലി റിലേറ്റബിൾ ആണല്ലോ. ഓക്കെ, ഇപ്പം നമ്മൾ മിഡ് ലൈഫിലുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അപ്പം ഇപ്പോൾ 40s പുതിയൊരു പ്രണയം, അതൊരു വിവാഹത്തിലേക്ക് എത്തുന്നു. സോ അതായത് മിഡ് ലൈഫിലുള്ള സ്ത്രീകളുടെ എങ്ങനെയാണ് അവരുടെ ഒരു പ്രണയം? എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. മിഡ് ലൈഫിലുള്ള സ്ത്രീകളോ വിവാഹത്തിന് ശേഷം ഇപ്പോൾ പ്രണയത്തിലാണ് എന്നുള്ളതാണ്. എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, ഞാൻ 14 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു പേഴ്സണാണ്. വിവാഹം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീടൊരു ഒറ്റപ്പെടൽ, എൻ്റെ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതുവരെ ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഒരു സൈഡിൽ കരിയർ, ഒരു സൈഡിൽ സ്പിരിച്വൽ ജേർണി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ആ സ്പിരിച്വാലിറ്റി ബേസ് ചെയ്ത ബുക്കൊക്കെ എഴുതി കഴിഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആക്ച്വലി ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിലൊരു വലിയ സ്പേസ് വെറുതെ ഓപ്പൺ അപ്പായി. എനിക്ക് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് റൈറ്റ് പേഴ്സൺ ജീവിത പങ്കാളിയായിട്ട് വരികയും വിവാഹം കഴിക്കുകയും എൻ്റെ ഫെമിനൈൻ എനർജിയിലോട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയും അതോടൊപ്പം പെരിമെനോപോസിൻ്റെ സിംറ്റംസ് അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് കറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയത്. പറയുകയാണെങ്കിൽ ഈ പ്രണയം കാരണമാണ് അതിനൊക്കെയുള്ള ഊർജം കിട്ടിയത്. ബിക്കോസ് സംബഡി ഈസ് ദെയർ, നമ്മളെ കണ്ട് അഡ്വൈസ് ചെയ്യാനും നമ്മളെ കറക്റ്റ് രീതിയിൽ കെയർ ചെയ്യാനും എല്ലാത്തിനും ഒരു പേഴ്സൺ ഉള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പം അതായത് 2 years മുന്നേ ആണല്ലോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അറിയാൻ തുടങ്ങിയത് മാമിനെ. അപ്പം കുറേ ട്രോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരിങ്ങനെ, അതായത് നമ്മൾ പറയും ഓ ലെന മാം ഏറിപ്പോയി, പക്ഷേ യു ഗോട്ട് മാരിഡ് ഫ്രം ദ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലിറ്ററലി പറയാം. കുഴപ്പമില്ല, ഏറുന്ന സ്പേസിലോട്ടാണല്ലോ. അതെ, അങ്ങനെ പറയാം. സോ ഇപ്പോൾ മിസ്റ്റർ പ്രശാന്ത്, അപ്പം സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫെമിനിൻ എനർജി പുറത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഈ ബുക്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ പ്രശാന്തിൻ്റെ ചാപ്റ്റർ. ഓക്കെ, അതും ഇതേപോലെ ആളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ആണ്? അല്ല, ആളിതുപോലെ ഒരു പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് എങ്ങനെ ഇതിനെ കാണുന്നു, ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ടോപ്പിക്കിനെ എങ്ങനെ ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നു എന്നുള്ളൊരു ചെറിയ ടേക്കാണ്. ഇപ്പോൾ പ്രശാന്തേട്ടൻ വളരെ മെച്യൂറായിട്ടുള്ള, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ വളരെ ഹമ്പിളാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ ഒരു പീസ്ഫുൾ കാം സിറ്റുവേഷനിലേക്ക് എന്നെ തന്നെ റിലാക്സ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ സ്ത്രീകൾക്കൊന്ന് ഒതുങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ എന്നുള്ളൊരു വ്യഗ്രതയിലാണ് നമ്മൾ ഭയങ്കര അഗ്രസീവായി മാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ആക്ച്വലി കഴിഞ്ഞ 2 to 3 years വന്ന മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മാരേജ്. ഓക്കെ, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. യെസ്. ഓക്കെ, ഇപ്പോൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു? അതെ, തീർച്ചയായും. ഞാൻ ഇതുവരെ ലൈഫിലെടുത്ത മിക്ക വലിയ ഡിസിഷൻസൊക്കെ എനിക്കിപ്പോഴും തോന്നാറുണ്ട് ബെസ്റ്റ് ഡിസിഷൻസ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാവരും പറയും, നമ്മളിപ്പോൾ നോർമലി പറയുമല്ലോ, ഇപ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ മാം എങ്ങനെ മാമിൻ്റെ ഒരു ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന റെസിപ്പി, നേരത്തെ പറഞ്ഞ റെസിപ്പി, ഹാപ്പിനെസ് നമ്മുടെ ബോഡിക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇനി എന്തുണ്ടായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവില്ല, അല്ലേ?
അപ്പോൾ വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ല ഇല്ല, എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡിയുടെ ആരോഗ്യം ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് ചെയ്യരുത്. നല്ലൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണും. ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയാൻ കാരണം, വീണ്ടും വീണ്ടും പറയാൻ കാരണം, ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സാണ് റൂട്ട് കോസിലേക്ക് പോകുന്ന കാര്യങ്ങളുടെ. അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു അപാകതയുണ്ട് എന്നൊക്കെ ചിക്കിച്ചകഞ്ഞു പോകുന്നൊരു സയൻസാണ് ഫങ്ഷണൽ മെഡിസിൻ. ഓക്കെ, വളരെ റൂട്ട് കോസ് അപ്രോച്ചാണ്. പിന്നെ അസുഖങ്ങളെ മാത്രമല്ല ചികിത്സിക്കുന്നത്, സ്വസ്ഥതയില്ലായ്മയും ചികിത്സിക്കും. അല്ലേ? അപ്പോൾ അങ്ങനെ ഫങ്ഷണൽ മെഡിസിൻ ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഒന്ന് ബോഡി പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുക. അത്യാവശ്യം ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ പിടിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത മാനസിക സംഘർഷങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കാതിരിക്കുക, നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിരിക്കാനായിട്ടുള്ള ഒരു ഗോൾ വയ്ക്കുക. ദറ്റ് ഐ വോണ്ട് ടു ബി മെൻ്റലി പീസ്ഫുൾ, എനിക്ക് സ്ട്രെസ്സ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാലേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോയി ചാടാതിരിക്കുകയുള്ളൂ. പിന്നെയുള്ള കാര്യം, നമ്മൾ എന്തെങ്കിലും നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് എനർജിക്ക് വേണ്ടി ചെയ്യുക. യോഗ ആയാലും മെഡിറ്റേഷൻ ആയാലും വെറുതെ കുറച്ച് നേരം എല്ലാ ദിവസവും ജേർണലിംഗ് ആയാലും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിലിരിക്കാനും എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ചെറിയ രീതിയിലെങ്കിലും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗ്രൂപ്പിനെ ജോയിൻ ചെയ്യുക, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇങ്ങനത്തെ കുറച്ച് മൈൻഡ്ഫുൾ പ്രാക്ടീസസ് ഡിസ്കസ് ചെയ്യുന്നൊരു ഗ്രൂപ്പ്. ബിക്കോസ് അപ്പോൾ നമ്മൾ ഈ ബോഡി മൈൻഡിന് അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ഇത്രയും ഹോളിസ്റ്റിക് ആയാൽ തന്നെ നമുക്ക് ഹാപ്പിനെസ്സിനുള്ള സാധ്യത കുറെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏജ്, നമ്മളിപ്പം ഒരുപാട് ആളുകൾ ഏജ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്. ഐ എം 30. അപ്പം ഇപ്പം മാം ഇൻ യുവർ 45. ഓക്കെ, 45. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ 30 ഇയേഴ്സ് ആയപ്പം ഇൻസ്റ്റഗ്രാമിൽ ഐ എം 30 എന്ന് പറഞ്ഞിട്ടും എനിക്ക് വന്ന നെഗറ്റീവ് കമൻസ് ലൈക്ക്, 30 ഇയേഴ്സായി നിൻ്റെ ലൈഫ് തീർന്നു, ഇനി ഇതില്ല, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല, ഒരു സ്ത്രീയുടെ ലൈഫ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നു. അപ്പം ഹൗ വാസ് യുവർ 30s? എൻ്റെ 30s ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ആ 30s ചെയ്തത്. അതേപോലെ അപ്പോഴും എനിക്ക് ഏജ് ഒരു ടോപ്പിക്കേ ആയിരുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഏർലി 30s ചെയ്ത ക്യാരക്ടേഴ്സാണ് വിക്രമാദിത്യനിലെ ദുൽഖർ സൽമാൻ്റെ അമ്മയായിട്ടും. ഒരു 36 സംതിങ് ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, 34 ആയിരുന്നപ്പോഴാണ് ഞാൻ എന്നും നിൻ്റെ മൊയ്തിയിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഡോണ്ട് കെയർ വാട്ട് ഏജ് എനി വൺ തിങ്സ് ഐ ആം, ഓർ ഏജിനെ കുറിച്ച് തന്നെ ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. ബിക്കോസ് ഞാനിപ്പോൾ കല്യാണം കഴിച്ചത് 43-ാമത്തെ വയസ്സിലാണ്. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പീസ് ഓഫ് മൈൻഡിന്, സ്ട്രെസ് ഫ്രീ ലൈഫിന്, ട്രൂ ലവ്, റിയൽ ജെന്യുവിനിറ്റി, ഇതിനൊക്കെയാണ് ഞാൻ വാല്യൂ കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ മറ്റ് കാഴ്ചപ്പാടുള്ളവരുണ്ടാവും, എന്നാൽ ആ കാഴ്ചപ്പാടിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ നമ്മൾ ആ ക്യാമ്പിൽ പറയുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ കേൾക്കുക. അല്ലെങ്കിൽ അവർ വേറൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അത് തെറ്റ്, ഇത് ശരി എന്നൊന്നുമല്ല പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടിന് അവകാശമുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് പലവർക്കും മനസ്സിലായിട്ടില്ല ആ കാര്യം. എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടിനുള്ള അവകാശം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ, അങ്ങനത്തെ കമൻറ്റ്സ് ഇടുന്നവർ ആ കാഴ്ചപ്പാടില്ലാത്തവരാണ്. അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് അവർ പറയുന്നത്. 30 വയസ്സായ നിൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുന്നവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അവർക്ക് തന്നെ 30 വയസ്സായി കഴിഞ്ഞാൽ അവർ ഡെസ്പാവും, അവർക്ക് ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, എല്ലാ പ്രശ്നങ്ങളും വരും. അത് നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ ആ വിഭാഗത്തിൽ പെട്ട ആൾക്കാരല്ല എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മളാരെ തിരുത്താനും പോണ്ട, അവരുടെ കമൻറ്റ്സ് കാരണം നമ്മൾ ടെൻഷൻ അടിക്കുകയും വേണ്ട. അത് അവരുടെ കാഴ്ചപ്പാടാണ്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ആര് പറയുന്നതിനെയും കാണാൻ തുടങ്ങിയാൽ അതാണ് ബിഗിനിങ് ഓഫ് ഫ്രീഡം. ബിക്കോസ് നമ്മുടെ ലൈഫ് നമ്മുടെ കാഴ്ചപ്പാടായിരിക്കണം. അപ്പോൾ യുവർ പെർസ്പെക്റ്റീവ് ഓർ പോയിൻ്റ് ഓഫ് വ്യൂ വിൽ നോട്ട് ബി മൈൻ. ഉറപ്പായിട്ടും അത് നിങ്ങൾ പറയുന്ന കാഴ്ചപ്പാടുകൾ ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ആവില്ല. പക്ഷേ നമുക്ക് പലവരുടെ കാഴ്ചപ്പാടുകളിൽ വാല്യുബിളായിട്ട് ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ചാൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കുക.
അല്ലെങ്കിൽ അത് വെറുതെ വിടുക. അത് ഏത് വ്യക്തി എന്ത് പറഞ്ഞാലും അവരവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എടുക്കുക, യൂസ്ലെസ് ആണെങ്കിൽ വിടാം, ത്രോ ഇറ്റ് അവേ. ഓക്കെ. ഈ 40s ഇപ്പോൾ ഈ പറയുന്ന പോലെ മെനോപ്പസ് അതുപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുറേ കേട്ടിട്ടുണ്ട് ഈ ഒരു 40s ടൈമിൽ ഡിവോഴ്സിൻ്റെ ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ ഒരു പാർട്ട് ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു സമയത്ത് വരുന്ന മൂഡ് സ്വിങ്സ്, അത് മനസ്സിലാക്കാൻ പറ്റാത്ത പാർട്ട്ണർ, അതായിരിക്കും. മൂഡ് സ്വിങ്സ് മാത്രമല്ല, ഇതിൽ ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, സ്ത്രീകൾക്ക് അവർക്ക് ഉണ്ടാവുന്ന ഈ കൺഫ്യൂഷൻ കാരണം അവർക്ക് തന്നെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് തോന്നും. അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ അവരിൽ നിന്നും അകന്നു പോകുന്ന പോലെ തോന്നും. എന്നിട്ട് അവർക്ക് അതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇതെല്ലാം കൂടാതെ ഫിസിക്കൽ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഇത് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകും. അപ്പോൾ അവർക്ക് ആക്ച്വലി ഇൻറ്റിമസി ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഫിസിക്കലി പെയിൻഫുള്ളും ആവും. അപ്പോൾ അവർ അതിൽ നിന്നും അകന്നു മാറും. അപ്പോൾ ആക്ച്വലി റിലേഷൻഷിപ്സിലൊരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇതൊരു ലൈറ്റായിട്ടുള്ളൊരു ടോപ്പിക് അല്ല. ആക്ച്വലി മാരേജസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാലാവധിയാണത് ലൈഫിൽ. അപ്പം അതെന്താണ്, അതെങ്ങനെ നമ്മൾ കോപ്പ് ചെയ്യണം എന്ന് ആക്ച്വലി അറിയില്ലെങ്കിൽ അത് ശരിക്കും ഡിവോഴ്സിലേക്ക് ഇന്നത്തെ കാലത്ത് പോകാൻ കാരണം ആൾക്കാരൊന്ന് പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ റെഡിയല്ല. അവർ പറയുന്നത് വർക്ക് ചെയ്തില്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോയി. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായുമില്ല. പക്ഷേ അതിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് അറിയണമെങ്കിൽ ആദ്യം പ്രോബ്ലം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ പ്രോബ്ലം എന്താണെന്നേ അറിയില്ല, അതിന് സൊല്യൂഷനും അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ലെറ്റസ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇത് എല്ലാം കൊണ്ടും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പലപ്പോഴും ഈ അറിവ് കൊണ്ടും പിന്നെ അതുപോലെ നമുക്ക് ഫങ്ഷണൽ മെഡിസിനും ബാക്കിയുള്ള സപ്ലിമെൻറ്റേഷനും ഒക്കെ കൊണ്ട് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും രക്ഷപ്പെടാവുന്ന മാരേജസിനെ രക്ഷിക്കാൻ പറ്റും. ചിലത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് സഹിച്ച് ഇനി സഹിക്കാൻ വയ്യ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് വരുന്ന ഡിവോഴ്സസ് ടോട്ടലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. പക്ഷെ പെരിമെനോപോസൽ പ്രോബ്ലംസ് കാരണവും അതിൻ്റെ കൺഫ്യൂഷൻ കാരണവും അതിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണവും അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലാത്തത് കാരണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ നിന്നുണ്ടാവുന്ന ഡിവോഴ്സസ് അവോയ്ഡബിൾ ആണ്. ഓക്കെ. ഈ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ടാവും മെനോപ്പസ്, പെരിമെനോപ്പസ് അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മെനോപ്പസ് ഏത് ഏജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പെരിമെനോപ്പസ് ഏത് ടൈമിലാണെന്നൊക്കെ. ഇതിലൊരു കാര്യമുണ്ട്. മെനോപോസ് എന്ന് പറയുന്നത് ഒരു നീണ്ടു നിൽക്കുന്നൊരു സംഭവമല്ല. മെനോപോസ് സത്യത്തിൽ 12 മാസമായിട്ട് അടുപ്പിച്ച് ഒരു സ്ത്രീക്ക് പീരിയഡ്സ് ഇല്ലെങ്കിൽ അതിനെയാണ് മെനോപോസ് എന്ന് വിളിക്കുന്നത്. ഒരു 1 year ആനിവേഴ്സറി ഓഫ് നോ പീരിയഡ്സ് ആണ് മെനോപോസ്. ഓക്കെ, അതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്തേക്ക് എത്തിപ്പെടാൻ എടുക്കുന്ന വർഷങ്ങളിലെ ഒരു 10 വർഷം മുമ്പ് മുതൽ പല കെമിക്കൽ ഇംബാലൻസസ് തുടങ്ങും ബോഡിയിൽ. നമ്മുടെ ബോഡിയിലേക്ക് ആ മെനോപോസ് എന്ന് പറയുന്ന 12 മാസം വിതൗട്ട് എ പീരിയഡ് എന്ന് പറയുന്ന ആ മൊമെൻറ്റിലേക്ക് എത്തുന്നതിന് 10 വർഷം മുമ്പ് മുതൽ പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, അതിൻ്റെ കുറവുകൾ, അതിൻ്റെ ഒപ്പം വരുന്ന വിറ്റമിൻ മിനറൽ ഇംബാലൻസസ്, ബോഡിലി ചേഞ്ചസ്, മെൻ്റൽ ഫിസിക്കൽ ഇമോഷണൽ ചേഞ്ചസ് തുടങ്ങും. അപ്പോൾ അവരെ എത്ര നേരത്തെ, അപ്പോൾ എല്ലാവർക്കും ഒരേ പ്രായത്തിലല്ല മെനോപോസ് സംഭവിക്കുന്നത്. ചിലവർക്ക് 40കളിൽ, ചിലവർക്ക് 50കളിൽ. പക്ഷെ ജനറലി ലേറ്റർ ഏജസ് ആർ ഒരു 53 to 55 പക്ഷെ ഏർലിയർ ഏജസ് ക്യാൻ ഹാപ്പൻ 43, 45, ചിലവർക്ക് ഈവൻ ഏർലിയർ. അത് ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റൈലും ഫിസിക്കൽ ഹെൽത്തും എല്ലാം അനുസരിച്ചിരിക്കും. അപ്പോൾ പല സ്ത്രീകൾക്ക് ഇപ്പോൾ 35 years മുതൽ പെരിമെനോപോസൽ സിംറ്റംസ് തുടങ്ങാം. അതിൻ്റെ ഫസ്റ്റ് കാര്യം, ഗോ ഗെറ്റ് എ മെഡിക്കൽ ഫങ്ഷണൽ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ്. ആൻഡ് നിങ്ങളുടെ ലെവൽസ് എല്ലാത്തിലും സപ്ലിമെൻറ്റ് ചെയ്ത് കറക്റ്റ് ആക്കൂ. ഡയറ്റ് കറക്റ്റ് ചെയ്യൂ, എക്സസൈസ് കറക്റ്റ് ആക്കൂ, ഉറക്കം കറക്റ്റ് ആക്കൂ. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജിമ്മിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നല്ല.
വളരെ സിമ്പിൾ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ വാക്കിംഗ്, എല്ലാ ദിവസം 1 മണിക്കൂറോ അരമണിക്കൂറോ എങ്കിലും നടക്കാനോ ജോഗിങ്ങിനോ യോഗയോ എന്തെങ്കിലും ആഡ് ചെയ്താലെങ്കിലും മതി. എല്ലാവർക്കും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ബേസിക് കാര്യങ്ങൾ, ഊണ്, ഉറക്കം, ഇത് ശരിയാവണം. അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസ്, ഇത്ര മതി. അപ്പോൾ ഈ സിംറ്റംസ് ഉണ്ടാവില്ല. ഓക്കെ. ഈ ഫങ്ഷണൽ മെഡിസിൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വേർഡ് വീട്ടമ്മമാരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആക്കിയത് മാമിൻ്റെ പല ഇൻ്റർവ്യൂസ് ആണെങ്കിലും ടോക്സ് ആണെങ്കിലുമാണ്. അപ്പോൾ ഞാൻ പല കമൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, മാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇങ്ങനൊരു മേഖലയുണ്ട് എന്ന് മനസ്സിലാക്കിയത് എന്നുണ്ട്. ഇത് വളരെ ന്യൂ ആണ്, മെഡിക്കൽ സയൻസിൽ തന്നെ വളരെ ന്യൂ ആണ്. ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി അവർ വർഷങ്ങളായിട്ട് മെയിൻ സ്ട്രീം മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായത് കാര്യങ്ങൾ സോൾവ് ആവുന്നില്ല. അപ്പം നമുക്ക് ഇനിയും ഡീപ്പായിട്ട് പോകണം എന്ന ആഗ്രഹത്തോടെ ഫങ്ഷണൽ മെഡിസിനിലേക്ക് പോയ ഡോക്ടേഴ്സാണ് ഇവർ. അപ്പോൾ അവർ വളരെ റൂട്ട് കോസ് അപ്രോച്ചോട് കൂടിയിട്ട് ഒരു ഫുൾ ബ്ലോൺ അസുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ള പോംവഴികൾ പറഞ്ഞു തരുന്നവരാണ്. ഓക്കെ. അപ്പോൾ ഏതൊരു ടൈം മുതലാണ് ഒരു എഴുത്ത് എന്ന് പറയുന്നൊരു പരിപാടി എന്നിലുണ്ട് എന്നൊരു തോട്ട് വന്നത്? സത്യത്തിൽ കോവിഡ് സമയത്താണ്. ഞാൻ കുറച്ച് റൈറ്റിംഗ് കോഴ്സസ് ചെയ്തിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സ് ചെയ്തതോടുകൂടെ ഞാൻ വേറെ കുറേ റൈറ്റിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ച്, അപ്പോൾ സ്ക്രിപ്റ്റും എഴുതി, പിന്നെ ബുക്കിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു, അതും എഴുതി നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, അങ്ങനെ പറ്റുമല്ലേ. എന്നിട്ടിത് പബ്ലിഷേഴ്സിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായവും കൂടെ ഉണ്ടായപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയാണ് വഴിയെ മനസ്സിലായത്. ഓക്കെ. ഇനി ഒരു ബുക്കിൻ്റെ ഒരു പ്ലാൻ ഉണ്ടോ? ഉണ്ട്, അടുത്ത ബുക്കുകൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു, സോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്പിരിച്വാലിറ്റീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്താ? അല്ല, ആ കോൺസെപ്റ്റ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോഡ്കാസ്റ്റിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി അത് പറയണമെങ്കിൽ വ്യക്തമായിട്ട് ഒരു ബുക്ക് തന്നെ അതിനെപ്പറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ അത് വായിച്ചോളും. അല്ലാത്തവർ വെറുതെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ലെനക്ക് വട്ടാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇനി ആ ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ബിക്കോസ് ഇറ്റ്സ് എ വേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക്കാണോ അത്? അതുകൊണ്ടാണോ? നെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക് അല്ല, പക്ഷേ ആ ടോപ്പിക്കിനെ പറ്റി ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏത് ബുക്കിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് ചെറിയൊരു ബുക്ക്ലെറ്റായിട്ടോ എന്തെങ്കിലും ഇറക്കുമായിരിക്കും. അതെന്ന് വെച്ചാൽ സ്പിരിച്വൽ ജേർണിയിൽ നല്ല രീതിയിൽ കുറേ ദൂരം ആ ജേർണിയിൽ യാത്ര ചെയ്തവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതല്ലാത്തവരുടെ മുമ്പിൽ നമ്മളത് വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർക്കത് മനസ്സിലാവില്ല, ദഹിക്കില്ല, പിന്നെ അവർ നമ്മളെ വെറുതെ ചീത്ത വിളിക്കാൻ നിൽക്കും. അപ്പം അതിനുള്ള വഴി ഇനി ഒരുക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ബെറ്റർ. ഓക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം ചിലവഴിച്ച് അങ്ങനെ ഒരാളാണോ? ഞാൻ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ടോയെന്ന് പറഞ്ഞാൽ ചില സമയത്ത്, പക്ഷെ അത് കംപ്ലീറ്റ്ലി റിസർച്ചിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ എല്ലാ റിസർച്ചും ചെയ്തത് ഓൺലൈൻ തന്നെയാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഒരു യൂണിവേഴ്സിറ്റി പോലത്തെ സംഭവമാണ്. നമ്മളത് എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യാറില്ല. അതുപോലെ വെറുതെ ഞാൻ ചാറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് പഠിക്കാനാണ്. ഓക്കെ. ഈ ഞാനിപ്പം ലാലേട്ടൻ സംസാരിക്കുമ്പം ഈ പറഞ്ഞ പോലെ ഒരു ഓറ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്തും മാമിനും ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ആളുകൾ പറഞ്ഞു കാണില്ലേ, എനിക്ക് എന്തോ ഒരു പ്രത്യേക ഓറ ഉണ്ടെന്ന്. അപ്പം അതെങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? അത് കീപ്പ് ചെയ്യുന്നതല്ല, അത് തന്നെ നമ്മളൊരു ടോപ്പിക്കിൽ അത്രയും ഇൻവോൾവ് ആയിട്ട് നമ്മളൊരു ഡെപ്തെന്ന് പറയുമ്പോൾ വരുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബിക്കോസ് എനിക്കത്ര അറിവോ എക്സ്പീരിയൻസോ ഇല്ലാത്ത കാര്യങ്ങൾ മുമ്പത്തെ ഇൻ്റർവ്യൂസിൽ കണ്ടാൽ അതില്ലാത്തതിൻ്റെ കാരണം ഞാനൊരു ആക്ട്രസ് മാത്രമായിട്ടാണ് ആ ഇൻ്റർവ്യൂസിലിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശരിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ഞാനിവിടെ ഒരു ആക്ട്രസ് എന്ന നിലയ്ക്ക് മാത്രം കുറച്ച് ചോദ്യങ്ങൾ, എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്താണ് ഇത്, അപ്പോൾ ആക്ച്വലി എനിക്കതൊന്നും സംസാരിക്കാൻ താല്പര്യം പോലും ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ആ ഒരു ജെന്യുവിനിറ്റി കുറവാണ് ആ ലാക്ക് ഓഫ് ഓറയായിട്ട് തോന്നുന്നത്. നമ്മൾ എത്ര ജെന്യുവിൻ ആവുന്നോ അത്രയും
ഓറ കൂടുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. ഈ റിയൽ ലൈഫിലെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടക്കി പറക്കി വെക്കുന്ന, അതായത് സാധനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണോ, അല്ലെങ്കിൽ പിന്നീട് വന്നൊരു സ്വഭാവം അങ്ങനെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്, എനിക്കത് നേരത്തെ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ സ്പോണ്ടേനിയസ് ആണ്. ട്രാവൽ ചെയ്യുമ്പോഴും എനിക്കെല്ലാം നോക്കി വെച്ച് എക്സാക്ട്ലി ഇന്ന് പോയിന്റ് എ, അത് കഴിഞ്ഞാൽ പോയിന്റ് ബിയിലേക്ക് പോകും, അങ്ങനെ തീരുമാനിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ സാധനങ്ങളും എൻ്റെ ഇൻഫർമേഷനും എല്ലാം വളരെ ചിട്ടയോടുകൂടെ എടുത്ത് വെക്കുകയും വേണം. എനിക്കതൊക്കെ എവിടെയാണെന്ന് എപ്പോഴും ഏതൊരു നിമിഷത്തിലും എനിക്കറിയണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിയും രണ്ട് കാര്യത്തിൽ ഡിപ്പെൻസ് ഓരോ ടോപ്പിക്കിൽ വേറെയാണ്. ഓക്കെ. റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഫ്രണ്ട്സ്, ഇപ്പം അത് ലവ് റിലേഷൻഷിപ്പ്, അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനാണോ വിടുന്നത് അല്ലെങ്കിൽ ആ വ്യക്തികളെയാണോ വിടുന്നത്? ഇപ്പം ഒരു നല്ലൊരു ഫ്രണ്ട്, ആ ഒരു സൗഹൃദം ഇല്ലാതായി, അപ്പോൾ ആ ഒരു വ്യക്തിനെ വിട്ടു, ആ ഒരു സൗഹൃദത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണോ? അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൗഹൃദവും ഒരു വ്യക്തിയും എല്ലാം കണക്റ്റഡ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. വെറുതെ അത് മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ടിരുന്നാൽ ഒരു പ്രേതം പോലെ അതിങ്ങനെ നമ്മളത് പിന്തുടരും. ഒരു കാര്യം കഴിഞ്ഞെങ്കിൽ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ആ വ്യക്തിയും ആ വ്യക്തിയായിട്ടുള്ള ബന്ധവും കണക്റ്റഡ് അല്ലേ? അല്ല, പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചിരിക്കാം, അത് ഡിപ്പെൻസ്. എല്ലാവരായിട്ടും ഒരു വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പിരിയണം എന്നുള്ളതാണ് എനിക്കിഷ്ടം. ഒരു വ്യക്തിയായിട്ടുള്ള നമുക്ക് ഇടപഴകേണ്ട സമയവും കാലവും കഴിഞ്ഞാൽ അത് നാച്ചുറലി നമ്മൾ അകന്നു പോകും. നമുക്ക് തന്നെ ലൈഫിൽ അറിയാം, നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സും എല്ലാവരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഡസ് നോട്ട് മീൻ ദാറ്റ് നമുക്ക് അവരായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന്. ലൈഫ് കീപ്സ് മൂവിങ് ഓൺ. അപ്പോൾ എല്ലാവരായിട്ടും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പിരിയുക, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ജീവിക്കുക. ഈ എപ്പോഴെങ്കിലേക്ക് ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു റിയലൈസേഷൻ വന്നു, അത് ഫോളോ അപ്പ് ചെയ്തു, കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ആ സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ മടി അതൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു അതായത് എപ്പോഴെങ്കിലും ലേസിനെസ് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. എനിക്ക് വിറ്റമിൻ ഡി അല്ലെങ്കിൽ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ എനിക്കറിയാവുന്നത്, എന്നോട് പറഞ്ഞ വഴിക്ക് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ തീരെ ഒന്നിനും എനർജി ഉണ്ടാവില്ല, മൈൻഡും ബോഡിയും വർക്ക് ചെയ്യില്ല. ആക്ച്വലി സത്യമാണ്. അപ്പോൾ അതാദ്യം കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇതുപോലുള്ള ഇമോഷണലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അത്യാവശ്യം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഫിസിയോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ബേസിക്സ് ഓൾറെഡി ആ ഇൻഫർമേഷൻ ഉണ്ട്. ഡയറക്റ്റ് പോയി കൺസൾട്ട് ചെയ്തു. അതെ. ഓക്കെ. ഒരു ഫ്രീ ഡേ എങ്ങനെയാ? അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെറുതെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് പ്രകൃതി നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്. അത്യാവശ്യം എൻ്റെ ഫ്രീ ഡേയ്സ് വളരെ ക്വയറ്റാണ്. എന്തെങ്കിലും ചെറിയ പാട്ടൊക്കെ വെച്ച് കേട്ട് കുക്ക് ചെയ്യുക, കുറച്ച് നേരം വെറുതെ ഇരിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, നേരത്തെ കിടന്നുറങ്ങുക, ലേറ്റായിട്ട് എണീക്കുക, ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഫ്രീ ഡേയിൽ. ഓക്കെ. ഇപ്പോൾ മിസ്റ്റർ പ്രശാന്തിനെ കുറിച്ച് നമ്മൾ ഇതുവരെ അറിയാത്ത എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ടോ? പറയാം. പ്രശാന്തേട്ടൻ ഭയങ്കര ഫുഡിയാണ്. പക്ഷേ ഫുഡ് അത്ര അളന്ന് മുറിച്ചേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം കഴിക്കും, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റീസിൽ കഴിച്ച് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതെനിക്കില്ലാത്ത കഴിവാണ്. എനിക്ക് ചെറിയ ക്വാണ്ടിറ്റീസിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ ഫുഡ്സ്. ഇപ്പോൾ സ്വീറ്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ പ്രശാന്തേട്ടന് വേണമെങ്കിൽ ഇത്രയും ഒന്ന് ചെറിയൊരു പീസ് കഴിച്ചിട്ട് അതിൽ തൃപ്തിപ്പെടാൻ പറ്റും. അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഡിഫറൻസുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണത്. ഡിസിപ്ലിൻ, വെരി ഡിസിപ്ലിൻഡ് പേഴ്സൺ ആൻഡ് ഒരു ഫുഡിയുമാണ്. അപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് പോയി അതിന് ഇത്രയും ഒന്നൊരു കഷ്ണം കഴിച്ചിട്ട് നിർത്തും. നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഫുഡ് കുറച്ചെങ്കിലും കഴിക്കണ്ടേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയില്ല. ഫുഡിയാണ്, പക്ഷേ
പെർഫെക്റ്റ്ലി ഇൻ കൺട്രോൾ ഫുഡി. ഓക്കെ. ഇപ്പം എനർജീസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമേ തന്നെ അതിൻ്റെ എനർജി നമ്മൾ തോന്നും, ഓ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ 3 ദിവസത്തെ സമാധാനം പോവും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ് സ്വയം കൺട്രോൾ ചെയ്യാം? അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയേണ്ടത് വിറ്റമിൻ ഡി ലെവലൊക്കെ പിന്നെ ഇത് നോക്കിയാൽ മതി. ബിക്കോസ് അതൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ ബുദ്ധി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ വയ്യാത്തോണ്ട് തോന്നുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം ഫിസിക്കൽ ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം, മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം, എന്നിട്ട് പിന്നെ നമ്മൾ ഇൻറ്റ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകാൻ പാടുള്ളൂ. ബിക്കോസ് പല ആൾക്കാരും അവരുടെ ശാരീരികമായില്ലെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തോന്നുന്നതിനെയൊക്കെ ഇൻറ്റ്യൂഷനും സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയും. അതല്ല. ഓക്കെ. അല്ല, അപ്പോൾ ശരിക്കും ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതെ, ശരിക്കും ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള അറിവ് ശേഖരിക്കലാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കുകയും ചെയ്യാം. 6th സെൻസ് ഇൻബോണുമാണ്. അത് എത്രത്തോളം നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നോ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം അത് കൂട്ടുകയും ചെയ്യാം. നമുക്ക് പല കാര്യങ്ങൾ അതിന് യൂസ് ചെയ്യാം. ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. ബ്ലൈൻഡ് ഫോൾഡ്സ് വെച്ചിട്ട് കളേഴ്സ് ഗസ് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൽ അതിൻ്റെ കോഴ്സസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ക്ലാരിറ്റി വേണം ഏതാണെന്നുള്ളത്. ഈ ക്രിസ്റ്റൽസ് ഇപ്പം ഞാൻ അതിലും ബിലീവ് ചെയ്യുന്ന കാര്യം, ഇപ്പം സിട്രിൻ അതുപോലത്തെ ക്രിസ്റ്റൽസൊക്കെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമിന് അതിനെക്കുറിച്ചുള്ള ഒരു ഇത്, ക്രിസ്റ്റൽസ് എർത്തിൽ അണ്ടർ ഹൈ പ്രഷർ ഉണ്ടായിട്ടുള്ള ഫോർമേഷൻ ഓഫ് മിനറൽസ് ആണ്. മിനറൽസ് ഹൈ പ്രഷറിൽ എർത്തിൻ്റെ അടിയിൽ ഉണ്ടായപ്പോൾ ഡയമണ്ട്സ് എല്ലാവർക്കും അറിയാം, അതൊരു ക്രിസ്റ്റലാണ്. അപ്പോൾ അതേപോലെ പല ക്രിസ്റ്റൽസ് ഉണ്ട്. ക്വാർട്സ് ഉണ്ട്, സിട്രിൻസ് ഉണ്ട്, മാലക്കൈറ്റ്, ആമസണൈറ്റ്, പല പല ലാബ്രഡറൈറ്റ്, അങ്ങനെ കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് ബേസിക്കലി മിനറൽ സോൾട്ട്സ് കംപ്രസ്ഡ് അണ്ടർ പ്രഷറാണ്. പക്ഷേ ഈ ഓരോ മിനറൽ സോൾട്ട്സ് ഇങ്ങനെ കംപ്രസ്ഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അങ്ങനത്തെ ഓരോ ക്രിസ്റ്റൽസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചിലത് വെള്ളത്തിൽ സോളിബിൾ ആവും, ചിലത് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നമ്മുടെ തന്നെ ബയോകെമിസ്ട്രീനെയും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെയും മാറ്റിക്കളയും. ഇപ്പോൾ ആമത്തിസ്റ്റ് നമ്മൾ കുറേ നാൾ അതിൻ്റെ കൂടെ ഇരുന്നാൽ, അത് യൂസ് ചെയ്താൽ സ്ലീപ്പിനും മെഡിറ്റേഷനൊക്കെ കാമിങ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസിയാണ് അതിനുള്ളത്. ഇപ്പോൾ ക്രിസ്റ്റൽസിനൊക്കെ അണ്ടർ ഇലക്ട്രോ മാഗ്നറ്റിസം അവരുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ട്. അത് ആക്ച്വലി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന്. അപ്പോൾ ഓരോ ക്രിസ്റ്റലിനും അതിൻ്റേതായ ഒരു വൈബ്രേഷണൽ ഫീൽഡ് ഉണ്ട്. ആ വൈബ്രേഷണൽ ഫീൽഡ് നമുക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സിട്രിൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് കൊണ്ടുവരാനാണെങ്കിലും, മൂൺ സ്റ്റോൺ ഫോർ മൂഡ് ആൻഡ് ഫോർ പല മെഡിറ്റേറ്റീവ് ടെക്നിക്സിന് യൂസ് ചെയ്യും. പല തരം ക്വാർട്സ് ക്രിസ്റ്റൽസ്, ചിലത് എനർജൈസ് ചെയ്യാൻ, റോസ് ക്വാർട്സ് നമ്മുടെ ഹാർട്ട് ചക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ. അങ്ങനെ ക്രിസ്റ്റൽസ് എനർജി ബേസിസിൽ വർക്ക് ചെയ്യുന്ന പലവർക്കും അതിൻ്റെ നന്നായിട്ട് പഠിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിലും കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ എനർജീസായിട്ട് പ്ലേ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പഠിച്ച് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ. ഇപ്പം സിനിമ, ഒരു ആക്ട്രസും ആണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം ഈ ഫിലിം ഏതെങ്കിലുമൊക്കെ രീതിയിൽ എങ്ങനെയാണ് ഹീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫിലിം ചെയ്യുമ്പോൾ ആ ഒരു എന്തായാലും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, 3 ഇയേഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതെങ്ങനെയാണ് ഒരു സിനിമ എങ്ങനെയാണ് ഹീൽ ചെയ്തിട്ടുള്ളത്? ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു അങ്ങനെ സിനിമ എനിക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ടില്ല എവിടെയും. ബിക്കോസ് സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ല അവിടെ, ആ ക്യാരക്ടറാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ അവിടെ ബോധേഡല്ല. ആ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ക്യാരക്ടർ ആവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു സ്കിൽ ബേസ്ഡ് പ്രോസസ്സാണ്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓൺ പേഴ്സണാലിറ്റിക്കോ ഒന്നിനും അവിടെ സ്പേസും ഇല്ല. എനിക്കങ്ങനെയാണ്. പലർക്കും പല രീതിയിലായിരിക്കാം. എന്തായാലും ഇപ്പോഴും റൈറ്റിങ്ങും സ്പീക്കിങ്ങും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ അടുത്ത കുറേ നല്ല റിലീസസ് വരാനുണ്ട്. ഭൗമ എന്ന് പറഞ്ഞ പടം
ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ റിലീസായിട്ടേ ഉള്ളൂ. ഭൗമ റിലീസുണ്ട്, സെപ്റ്റംബറിലായിരിക്കും തോന്നുന്നു. പിന്നെ ഓപ്പറേഷൻ ത്രാൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പടം. അതല്ലാതെ പോരെന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷ്കോടിയിലേക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ എപ്പോഴും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ലൈഫ് ലോങ്. ഓക്കെ. ഏറ്റവും കൂടുതൽ സിദ്ദിഖിക്കയുടെ കൂടെയാണോ പെയർ ചെയ്തിരിക്കുന്നത്? ആയിരിക്കും. പല അങ്ങനെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വന്നിട്ടുള്ള പെയറിങ് അതിൻ്റെ ആദ്യത്തെ സിനിമ മുതലുള്ള ഒരു പെയറിങ് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത് എന്നാലും എൻ്റെ അളിയായിരിക്കും. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എൻ്റെ പെർഫോമൻസസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സുലു. എന്നാലും എൻ്റെ അളിയല്ല, ഭയങ്കര ഫണ്ണും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. എനിക്ക് ആ ക്യാരക്ടർ വളരെ ഇഷ്ടമാണ്. അതാണ് ക്ലോസ് ടു എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ, എന്നെ തന്നെ കാണാൻ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ അതാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ വേറെ ക്യാരക്ടേഴ്സൊന്നും അങ്ങനെ വാച്ച് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ മാത്രം സംസാരിക്കുന്ന സമയത്ത് ഈ മൂഡ് സ്വിങ്സ് ആണെങ്കിലും ഈ പറയുന്ന ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ പുരുഷന്മാർക്കും വരാം. പിന്നെ നമ്മൾ പുരുഷന്മാരിൽ മൂഡ് സ്വിങ്സ് കണ്ടിട്ടില്ലേ? രാവിലെ നല്ല സന്തോഷമായിട്ടിരുന്ന ആൾ ഉച്ചയ്ക്ക് മുഖം വീർപ്പിച്ചിരിക്കുന്ന കാണില്ലേ ചിലവർ. അവർക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതേ കാരണങ്ങൾ പറയാനില്ല എന്നേ ഉള്ളൂ. അതേപോലെ ഈ പെരിമെനോപോസും മെനോപോസ് പോലെ തന്നെ പുരുഷന്മാരിൽ ആൻഡ്രോപോസ് ഉണ്ട്. അവർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽസ് കുറഞ്ഞു തുടങ്ങുമ്പോൾ അവർക്ക് നമ്മുടെ അതേ സിംറ്റംസ് എല്ലാം ഉണ്ടാവുന്നത്. അവർക്ക് പേടിയും ദേഷ്യവും ഇറിറ്റബിലിറ്റിയും എല്ലാം വരും. അത് യൂഷ്വലി പണ്ടൊക്കെ 55+ ഒക്കെയാണ് അത് വന്നിരുന്നത്. ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അത് നേരത്തെ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ ഡിഫറൻസസ് വരും. മസിൽ ടോണിൽ വ്യത്യാസം. ഇപ്പം നമ്മൾ വാർദ്ധക്യം വന്നു എന്ന് പറയുമ്പോൾ വരുന്ന കുറേ പ്രോബ്ലംസ് എല്ലാം ആണ് ആൻഡ്രോപോസിൻ്റെ ലക്ഷണങ്ങൾ. ഓക്കെ. ഇപ്പം കമൻസ് നമ്മളിപ്പോൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമല്ലോ, അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഫങ്ഷണൽ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അങ്ങനെ ഒരുപാട് കണ്ടു. അതിൽ കണ്ടൊരു കമൻറ്റാണ്, ഈ കമൻറ്റ് ഞാൻ വായിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ഫെമിനിസ്റ്റ് ഇവരാണ്. ഒരേ സമയം സ്ത്രീകളുടെയും അവസ്ഥയും പുരുഷന്മാരുടെ അവസ്ഥയും ഒരുപോലെ മനസ്സിലാക്കുന്നു, പരിഗണിക്കുന്നു. എല്ലാവർക്കും ഇതൊരു തിരിച്ചറിവാകട്ടെ. അതിനെ ഫെമിനിസം എന്ന് പറയാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഞാനൊരു ഫെമിനിസ്റ്റായിട്ട് ആ വാക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ അറിവിൽ ഫെമിനിസം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെൻറ്റാണ്. സ്ത്രീകൾക്ക് ഈക്വാലിറ്റി വരാനും അവർക്ക് കുറേ റൈറ്റ്സ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ നടത്തിയിട്ടുള്ള കുറേ സ്ത്രീകൾ പോരാടിയ ഒരു മൂവ്മെൻറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഫെമിനിസമിനെ. ഞാനൊക്കെ ആ മൂവ്മെൻറ്റ് ഓൾറെഡി സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത കുറേ ആനുകൂല്യങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഒരു സൊസൈറ്റിയിൽ വളരെ സുഖമായിട്ട് ജീവിച്ചു പോയൊരു സ്ത്രീ ആയിട്ടാണ് എന്നെ കാണുന്നത്. ഞാനൊരിക്കലും ഒരു പോരാളിയല്ല. ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഡിഫറെൻ്റാണ്. എന്നാൽ ആ ഡിഫറൻസസ് ഒരിക്കലും കമ്പാരിസണിന് ആരാണോ ബെറ്റർ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. എങ്ങനെ നമുക്ക് ഒരുമിച്ച് വളരെ ശക്തമായിട്ടുള്ളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് സ്ത്രീകളും പുരുഷന്മാരും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് ചില കാര്യങ്ങളിൽ. അതേപോലെ നമ്മൾ കോംപ്ലിമെൻ്ററി ആണ്. വി നീഡ് ടു ഫിറ്റ് ടുഗെദർ. ജസ്റ്റ് ലൈക്ക് ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരേണ്ട പോലെ തന്നെ ലൈഫിലെ ബാക്കി എന്തും ക്രിയേറ്റ് ചെയ്യാൻ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്താലേ അത് നടക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിൽ ഫെമിനിസം എന്നുള്ള വാക്കിന് എനിക്ക് താല്പര്യമില്ല. അതിന് പുതിയ എന്തെങ്കിലും വാക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈഗോ, എങ്ങനെ ഈഗോ അവോയ്ഡ് ചെയ്യാം? ഈഗോ എന്താണെന്ന് ആദ്യം അറിയണം, എന്നാലേ അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയില്ലേ, സംഭവം ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും, പക്ഷെ അത് സമ്മതിച്ച് കൊടുക്കാൻ വയ്യ. അപ്പോൾ ആ പറഞ്ഞതിലുള്ള തെറ്റല്ല ഇവിടെ പ്രോബ്ലം. നമുക്ക് സമ്മതിച്ച് കൊടുക്കാൻ വയ്യാത്ത ആ ഒരു കടുംപിടുത്തത്തിൽ, ഒരു കടുംപിടുത്തം, നടക്കണ്ട, വേണ്ട, ആ ഒരു സംഭവം. ആ കടുംപിടുത്തം എന്തുകൊണ്ടാണ് വരുന്നത്? അതെന്തുകൊണ്ടാ? നമ്മൾ കറക്റ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് അത് താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ വരുന്നത് സത്യത്തിൽ അറിവില്ലായ്മയിൽ നിന്നാണല്ലേ. നമുക്ക് അറിവുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്ന് പറയാനുള്ള കഴിവാണ്
ഈഗോ ഇല്ലായ്മ അല്ലേ? അപ്പോഴും നമുക്കൊരു തിരിച്ചറിവുണ്ട്, എനിക്കൊരു കാര്യം അറിയില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല, എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പറയുന്നിടത്താണത്. അപ്പോൾ അദ്വൈത വേദാന്തത്തിൽ അല്ലെങ്കിൽ ശങ്കരാചാര്യ ഈഗോയിനെ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈഗോ എന്നത് അറിവില്ലായ്മ, അത്രയേ ഉള്ളൂ. ഈഗോ ഈക്വൽസ് ഇഗ്നോറൻസ്. ഓക്കെ, അറിവില്ലായ്മയാണ് ഈഗോ. അപ്പൊ ഇനി ഈഗോ പിടിച്ച് നടക്കുന്ന അപ്പൊ ഈഗോയിനെ മാറ്റാൻ എന്താ വേണ്ടേ? അറിവ് വേണം. അപ്പൊ അറിവ് കൂട്ടുക. അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ അറിവാണ്, ഏതൊരു മനുഷ്യനും അറിയാത്ത കാര്യങ്ങളുണ്ടാവും, അത് സമ്മതിക്കണേലും ഒരു തെറ്റുമില്ല. അത് അറിവിൻ്റെയും വിവരത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഒരു കാര്യം അറിയില്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി, സമ്മതിക്കുക, അവിടെ വെച്ച് പ്രശ്നം തീർന്നു. ഓക്കെ. ഇപ്പം 90s കിഡ്സിനൊക്കെ ഭയങ്കര, അതായത് ആൽബം ഒക്കെ കുറച്ചും കൂടി സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കുറച്ച് ലവ് കൈൻഡ് ഓഫ് ആൽബംസ് അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും 90s കിഡ്സ് ഇപ്പോഴും കേൾക്കുന്ന കുറേ ആൽബം സോങ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് ഓമനത്തിങ്കൾ പക്ഷിയൊക്കെ ഏഷ്യാനെറ്റിൽ, അന്ന് ഞാൻ ചെറുതായിരുന്നു. അപ്പോൾ ഇപ്പോഴും 90s കിഡ്സും ആഘോഷിക്കുന്ന ആൽബങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതിലേക്ക്? ഞാനങ്ങനെ കേൾക്കാറില്ല, പക്ഷെ കുറേ പേര് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ഇഷ്ടം എനിക്കിഷ്ടം അങ്ങനത്തെ പാട്ടുകളും. ഇപ്പോൾ ഈവൻ മറന്നിട്ടും എന്തിനോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ഒരു റിവൈവൽ സിറ്റുവേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പാട്ടുകൾ, ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹനാൻഷ ആണെങ്കിലും അങ്ങനെ വീണ്ടും ആ ആൽബം സോങ്സ്, സിനിമ പാട്ടുകളല്ലാതെ ആൽബം സോങ്സ് വീണ്ടും സജീവമാവുന്നുണ്ട്. അപ്പോൾ ഇത് MA ബാബ്ജി എന്ന് പറയുന്ന, മൻസൂർ എന്ന് പറയുന്ന ആളാണ് ആ പാട്ടുകളൊക്കെ ചെയ്തത്. ഞാൻ ആളോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും ഒരുപാട് പുതിയ പാട്ടുകൾ കയ്യിലുണ്ടല്ലോ, വൈ ഡോണ്ട് യു അഗൈൻ കം ഔട്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ബിക്കോസ് ഒരുപാട് ഇങ്ങനത്തെ നല്ല പാട്ടുകൾ, അന്ന് ഈ ആൽബം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിച്ച പാട്ടാണ് ഇഷ്ടം എനിക്കിഷ്ടം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ വളരെ ഹാപ്പി മെമ്മറീസ് ആണ്. അതേപോലെ തന്നെ മറന്നിട്ടും എന്തിനോ ലെന എന്ന് പറയുമ്പോൾ അതെ അതെ, അതെല്ലാവരും അവരൊരു ഭയങ്കര മെമ്മറിയാണ്. അത് ലാൽ ജോസ് മാജിക്. ഇപ്പൊ ഞാവൽപ്പഴം കഴിക്കുമ്പോഴും ഈ കഴിച്ചിട്ട് നാക്ക് നമ്മളിങ്ങനെ കാണിച്ചെടുക്കില്ല, സ്റ്റിൽ അതിന്റെ റെഫറൻസ് എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്, നമ്മളിവിടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. അപ്പം ഇനിയും ഈ ഒരു ഓറ ഇതേപോലെ തന്നെ കീപ്പപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഒരുപാട് ബുക്സ് എഴുതി, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ലൈഫായിട്ട് ഒരുപാട് നാളെ നിൽക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി താങ്ക് യു സോ മച്ച്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാറ്റായിരുന്നു. പിന്നെ അതിൽ നിന്ന് വിറ്റമിൻ ഡി എടുക്കാൻ മറക്കരുത്, ബിക്കോസ് അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ അടുത്ത ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റിൽ എന്തായാലും പറയണം. ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ്, ബിക്കോസ് നിങ്ങളൊക്കെ പബ്ലിക്കലി എപ്പോഴും ആൾക്കാർ കാണുന്നതുകൊണ്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 80% മുകളിലുള്ള ആൾക്കാർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. സോ യു മൈറ്റ് ബി എ വെരി ഗുഡ് എക്സാമ്പിൾ. അയ്യോ, ഞാൻ സീരിയസ്ലി ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇമോഷണലി ഭയങ്കര, ഇന്നലെയും കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കരഞ്ഞായിരുന്നു. കരഞ്ഞോ? അത് നമ്മുടെ രാവിലെ എണീറ്റ് ജോലിക്ക് വരുന്നത് തന്നെ വലിയ കാര്യം, സത്യം. അപ്പോൾ അതുകൊണ്ട് ഇത് മറികടന്നതിന് ശേഷം ആദ്യം വിറ്റമിൻ ഡി എടുത്ത് പൂർണ്ണ ആരോഗ്യവതി ആയതിനു ശേഷം എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ, എന്നാലേ ആ ചേഞ്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് നേരിട്ടിട്ടുള്ള ആളായതുകൊണ്ട് പറയാം. എനിക്കിപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടാൽ തന്നെ ഞാൻ പറയും, വിറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.